ബിഗ് ബോസ് മലയാളം സീസൺ 7 അങ്ങനെ ലാലേട്ടൻ്റെ ഒരു പ്രൊമോ വന്നിട്ടുണ്ട്. ലാലേട്ടൻ അനീഷിനോട് ചോദിക്കുന്നുണ്ട്, അനീഷേ നന്നായിട്ട് നീന്താനൊക്കെ അറിയും അല്ലേ, കുളത്തിലൊക്കെ ഒരുപാട് നീന്താറുണ്ടല്ലേ എന്ന് ചോദിക്കുമ്പോൾ അനീഷ് ചിരിച്ചുകൊണ്ട് അതേ ലാലേട്ട എന്ന് പറഞ്ഞിങ്ങനെ പറയുന്നുണ്ട്. എന്നിട്ട് ലാലേട്ടൻ രണ്ടാമത് പറയുന്നുണ്ട്, ഓ അതുകൊണ്ടായിരിക്കും ടാസ്ക് എല്ലാം നിങ്ങളിങ്ങനെ കുളമാക്കുന്നത് അല്ലേ എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ശരിക്കും അനീഷ് ചമ്മി പോവുകയാണ് ചെയ്യുന്നത്. അതായത് ടാസ്ക് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഉള്ള എല്ലാ മത്സരാർത്ഥികളും മാക്സിമം കുളമാക്കാൻ വേണ്ടി നോക്കുന്നുണ്ടായിരുന്നു. ആ ഒരു ബോട്ടിൽ ടാസ്ക് എത്ര തവണയാണ് റദ്ദാക്കിയത് അല്ലേ. അതിൽ ശരിക്കും കാരണമായതിൽ ഒരുപാട് പേരുണ്ട്, കുറച്ച് പേര് മാത്രം പറയാൻ പറ്റില്ല. ഒനീലുണ്ട്, അതുപോലെ തന്നെ ബിന്നി ആണെങ്കിലും, അതുപോലെ തന്നെ ആദില, പിന്നെ ആര്യനും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ എന്തായാലും കുളമാക്കും എന്നൊക്കെ. പക്ഷെ അത്യാവശ്യം കുറച്ചൊക്കെ കളിച്ചിരുന്നു. ബാക്കിയുള്ളവർ കുളമാക്കിയപ്പോഴായിരുന്നു ആര്യനാണെങ്കിലും അങ്ങനെ പറഞ്ഞത്. പിന്നെ ഒരുപാട് പേര് അങ്ങനെ ടാസ്ക് കുളമാക്കാൻ വേണ്ടിയിട്ടായിരുന്നു അനുമോൾക്ക് വോട്ടും കൊടുത്തത്. ഞാനത് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. ഇത്രയ്ക്കും ഒരു ഭയങ്കര സ്ട്രിക്റ്റ് ആവണ്ടായിരുന്നു അനുമോൾക്ക്. അനുമോൾ അതിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. കാരണം അവർ എന്തൊക്കെ ചെയ്തു വന്നാലും എല്ലാം റിജക്റ്റ് ചെയ്യലായിരുന്നു അനുമോളുടെ പരിപാടി. അപ്പോൾ ലാലേട്ടനാണെങ്കിൽ അനുമോളോടും ചോദിക്കുന്നുണ്ട്, അനുമോൾ ഇത്രയ്ക്ക് സ്ട്രിക്റ്റ് ആവണമായിരുന്നോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അനുമോൾ ഇങ്ങനെ എന്താ പറയേണ്ടതെന്ന് അറിയാണ്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ലാലേട്ടന് മറുപടി കൊടുക്കാനില്ല. എനിക്കത് കണ്ടപ്പോൾ തോന്നിയൊരു കാര്യം തന്നെയാണ്, ഇത്രയ്ക്ക് സ്ട്രിക്റ്റ് ആവേണ്ട കാര്യമൊന്നുമില്ല. ജിഷിനാണെങ്കിലും പറയുന്നുണ്ട് എല്ലാവർക്കും കൊളാക്കാനായിരുന്നു താല്പര്യം. ജിഷിൻ ചെയ്തത് തന്നെയായിരുന്നു ശരിക്കും അന്ന് ശരി. പക്ഷേ അവിടെയുള്ള മത്സരാർത്ഥികൾ ആ ഒരു ടാസ്ക് കൊളാക്കാൻ വേണ്ടിയിട്ട് വേണം വെച്ച് ചെയ്തതല്ലേ. അപ്പോൾ ഇങ്ങനെ ബിഗ് ബോസ് ഒരുപാട് തവണ വാണിങ്ങും കൊടുത്തു. എന്നിട്ടും ആ ടാസ്ക് ലെറ്റർ ഒന്ന് വായിക്കൂ, എന്നിട്ട് അതിനനുസരിച്ച് ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ അനുമോളൊന്നും അതിന് തയ്യാറായിരുന്നില്ല. അങ്ങനെ ആ ടാസ്ക് കൊളാവുമായിരുന്നു, റദ്ദാക്കപ്പെടുമായിരുന്നു. ജിഷിനാണെങ്കിലും ഒരുപാട് പറഞ്ഞു, നമുക്കിനി അടുത്ത സ്റ്റേജ് എന്താണെന്ന് അറിയണ്ടേ, എന്നാലല്ലേ നമുക്ക് മുന്നോട്ട് നീങ്ങാനല്ലേ കാര്യങ്ങൾ എന്താണെന്ന് അറിയുള്ളൂ. ഇത് ഇവിടെ വെച്ച് ഇങ്ങനെ സ്റ്റോപ്പായി എന്ത് ചെയ്യും എന്നൊക്കെ പറഞ്ഞപ്പോൾ ജിഷിൻ എല്ലാവരും കൂടി ജയിലിലും ആക്കി. ശരിക്കും ഒരു ടാസ്ക് പോലും മര്യാദയ്ക്ക് കളിക്കാൻ ശ്രമിക്കുന്നില്ല, അല്ലെങ്കിൽ കുളമാക്കാനാണ് അവർ ശ്രമിക്കുന്നത്. ഒരാൾക്ക് ഇപ്പോൾ നോമിനേഷനിൽ നിന്ന് രക്ഷപ്പെടാൻ അവസരം കിട്ടാമെന്ന് പറയുമ്പോൾ എല്ലാവരും കൂടി ഇങ്ങനെ കുളമാക്കുന്നത് ശരിക്കും ആ ഒരു സ്വഭാവം ആരുടെയും ശരിയായില്ല. അതായത് എനിക്ക് കിട്ടിയില്ലെങ്കിൽ അവർക്കും കിട്ടരുത് എന്നുള്ള ആ ഒരു ഇതായിരുന്നു നമ്മൾ കണ്ടത് അല്ലേ. കിട്ടുന്നവർക്ക് കിട്ടിക്കോട്ടെ. അതും ബിഗ് ബോസ് വെറുതെ ഒരു ടാസ്ക് കൊടുക്കില്ലല്ലോ, എന്തായാലും അത് ചെയ്ത് തന്നെ അറിയണ്ട അതിൻ്റെ റിസൾട്ട്. എന്നിട്ടിങ്ങനെ ബിഗ് ബോസിന് തന്നെ പണി കൊടുക്കുകയാണ് എല്ലാവരും ചെയ്തത്. അപ്പോൾ അതിനുള്ള നല്ല കണക്കിന് ലാലേട്ടൻ്റെ നിന്ന് കിട്ടുന്നുണ്ട് എല്ലാവർക്കും. അപ്പോൾ നമുക്ക് കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് വരുന്നതായിരിക്കും.